നോൺ മെഡിക്കോസ് ആരാണെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അപ്പം ദേ വിൽ ഗെറ്റ് കൺഫ്യൂസ് ലൈക്ക് എനിത്തിങ്. നമുക്ക് ബോൺസ് ആൻഡ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വാട്ട് ആർ ദ ഫുഡ്സ് വി മസ്റ്റ് അവോയ്ഡ്? സ്കൂളിൽ പോകുന്നു, സയൻസ് പഠിക്കുന്നു, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നു. യു അണ്ടർസ്റ്റുഡ്? നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്റർടൈൻ ചെയ്യരുത്. ശരിക്കും അതിലെന്താ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ 80% അസുഖങ്ങളും സമൂഹത്തിൽ സിഗ്നിഫിക്കൻ്റ് ആയിക്കൊള്ളണമെന്നില്ല. Doctor, when should I use ice on an injury and when should I use heat on the injury? Keyhole surgery is entirely different ball game altogether. Okay. Keyhole or arthroscopy is different, arthroplasty is different. You all know that rehabilitation. അതായത് സർജറി കഴിഞ്ഞിട്ട് റീഹാബ് ചെയ്ത് ചെയ്യുന്നത് അതേമാതിരത്തെ ഒരു ടേമാണ് പ്രീഹാബിലിറ്റേഷൻ. Mostly accident cases. മോസ്റ്റ്ലി ആക്സിഡന്റ് കേസസിൽ പൾസ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് ടൈം കുറവാണ്, ഗോൾഡൻ അവേഴ്സ് എന്നാ പറയുന്നത്. വിത്തിൻ ദാറ്റ് പീരിയഡ് ഓഫ് ടൈം വി ഹാവ് ടു റിപ്പയർ ദ വെസൽ. ഈ വെസൽ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ഫ്രാക്ചർ ഫിക്സ് ചെയ്തിട്ടും കാര്യമില്ല. പക്ഷെ നമ്മൾ എക്സ്ക്ലൂസീവ് റൈസ് ഈറ്റേഴ്സ് ആണ്. ഇപ്പൊ ഈവൻ ഇൻക്ലൂഡിങ് മീ. പിന്നെ ചോറ് തിന്നിട്ടില്ലെങ്കിൽ എന്തോ ഒരു തെറ്റ് ചെയ്ത മാതിരിയാ തോന്നുക. അതുപോലെ ഗൂഗിൾ ഡോക്ടറിനെ എത്ര പേടിക്കാറുണ്ട് ഡോക്ടർ? അയ്യോ, ഗൂഗിൾ ഭയങ്കര കൺഫ്യൂസിങ് ആണ്, ഒരു രക്ഷയില്ല. അത് ഗൂഗിളുകാരെ കൊണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഡോക്ടേഴ്സിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിന് ഏറ്റവും വലിയ പ്രോബ്ലം എന്താ പറയുക, ഈ ഗൂഗിളിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ മേഖലയിൽ അല്ലാത്തവരൊക്കെ വന്നിട്ട് സംസാരിക്കുക. ഞാൻ മനസ്സിലാക്കിയ ഇപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു ത്രെട്ടാണത്. അതായത് ഇപ്പോൾ പേഷ്യൻസ് വരുമ്പോൾ പല പേഷ്യൻസും ഭയങ്കര സ്കെപ്റ്റിക്കലായിട്ടാണ് നോക്കുന്നത്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ സറൗണ്ടിങ്സ് അങ്ങനെയാണ്. ഇപ്പോൾ അവരൊരു അസുഖം, ഇപ്പോൾ നമ്മളാണെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പം നോൺ മെഡിക്കോസ് ആരാണെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അപ്പം ദേ വിൽ ഗെറ്റ് കൺഫ്യൂസ് ലൈക്ക് എനിത്തിങ്. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്താ വെച്ചാൽ പല വേറെ മേഖലയിലുള്ള ആളുകളാണ് ഓരോ കോമൻസ് പറയുന്നത്. ഇപ്പോൾ ഹെൽത്തിനെ പറ്റി പറയുന്നത് സിനിമയിലുള്ളവരായിരിക്കും, അല്ലെങ്കിൽ സ്പോർട്സിനെ പറ്റി പറയുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും. മനസ്സിലായി? ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിങ്ങിനെ പറ്റി പറയുന്നത് വേറെ അഗ്രികൾച്ചർ ഫീൽഡിലായിരിക്കും. മനസ്സിലായി? അതൊരു ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു. നിങ്ങൾ കാഷ്വലി സംസാരിക്കുക, കാഷ്വലി പറയുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒതൻറ്റിക്കലി എസ്പെഷ്യലി ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിലൊക്കെ ആധികാരികമായിട്ട് പറയാമെന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ, അത് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. എസ്പെഷ്യലി ഇത് സെലിബ്രിറ്റീസ് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ സെലിബ്രിറ്റീസിന് അത്രയും ഫോളോവേഴ്സ് ഉണ്ട്, സ്പോർട്സ് പേഴ്സൺസിന് അത്രയും ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞാൽ പോലും ചിലപ്പോൾ അത് ഇവർ സീരിയസ് ആയിട്ട് എടുത്തോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം, ചലഞ്ചാണ് ഇത്. വൺ ഓഫ് ദ ഏറ്റവും വലിയ ചലഞ്ച് ഇതാണ്. അതായത് ഇപ്പോൾ പേഷ്യൻ്റ് വരുമ്പോൾ തന്നെ പല പേഷ്യൻസിനും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ആ ഒരു സിറ്റുവേഷൻ്റെ ആ കോണ്ടെക്സ്റ്റിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഈ പ്രിസ്ക്രിപ്ഷൻ വരെ ചോദ്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പിന്നെ പ്രിസ്ക്രിപ്ഷൻ മാത്രമല്ല, എല്ലാം ചോദ്യം ചെയ്യും. പിന്നെ സർജറി ഒക്കെ ഇല്ലേ, ഇപ്പോൾ 2-3 ഡോക്ടറെ അടുത്ത് ഒപ്പീനിയൻ എടുക്കാണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരു പേഷ്യൻ്റ് വിൽ ഗോ ഫോർ സർജറി. എന്ന് വെച്ചാൽ അവർ കൺഫ്യൂസ്ഡ് ആണ്. പല കാര്യത്തിലും പബ്ലിക് കൺഫ്യൂസ്ഡ് ആണ്. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ സിസ്റ്റം അതിൽ ഇൻവോൾവ് ചെയ്യണം, ഇടപെട്ടിട്ട് ഈ സയൻറ്റിഫിക് മെഡിസിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ പുതിയ വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ സയൻറ്റിഫിക് മെഡിസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ ശരിക്കും? നോട്ട് ടു മിസ് എനി സിഗ്നിഫിക്കൻറ്റ് ഡിസീസ്. അല്ലാണ്ട് എല്ലാ അസുഖവും കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം ട്രീറ്റ് ചെയ്യാന്നുള്ളതല്ല. ഓഫ് കോഴ്സ് ബാക്കിയുള്ള സ്ട്രീംസ് ഓഫ് മെഡിസിൻസ് മോശമെന്നല്ല ഞാൻ പറയുന്നത്. ഈ സയൻറ്റിഫിക് നമ്മൾ സ്കൂളിൽ പോകുന്നു, സയൻസ് പഠിക്കുന്നു, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നു. യു അണ്ടർസ്റ്റുഡ്? നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്റർടൈൻ ചെയ്യരുത്. ശരിക്കും അതിലെന്താ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ 80% അസുഖങ്ങളും സമൂഹത്തിൽ സിഗ്നിഫിക്കൻ്റ് ആയിക്കൊള്ളുന്നില്ല. ബോഡി ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ വേ ഓഫ് ഹാൻഡ്ലിങ് ഇറ്റ്. പക്ഷേ 20% ഡിസീസസ് ആർ സിഗ്നിഫിക്കൻ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാൻസർ, 80% ക്യാൻസറും ബിനൈൻ ക്യാൻസറാണ്, കുഴപ്പമില്ലാത്ത മുഴകളോ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ക്യാൻസർ ആയിരിക്കും. പക്ഷേ 20% സിഗ്നിഫിക്കൻ്റ് ആണ്, മാലിഗ്നന്റ് ക്യാൻസർ ആയിരിക്കും. മനസ്സിലായില്ല? അപ്പോൾ ഈ 20% മിസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് വിൽ ലൂസ്, ദ പേഷ്യന്റ് വിൽ ലൂസ് ലൈഫ്. മനസ്സിലായില്ലേ? പിന്നെ അത് മാത്രം സ്റ്റേജ് മാറിയാൽ മതി. Basically the process should be first the diagnosis using scientific methods and അതിനനുസരിച്ച് അടുത്ത സ്റ്റെപ്പ്. നമുക്ക് അതിനുള്ള പ്രൊവിഷൻ ഉണ്ടല്ലോ അവിടെ. യു ഡോണ്ട് ഹാവ് ടു എന്താ പറയുക, കാർഡടക്കി വെടിവെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു അസുഖം വന്നു, ഇപ്പോൾ കുറച്ച് ദിവസം നിങ്ങൾ നോക്കി, അസുഖം മാറുന്നില്ല, അപ്പം നിങ്ങൾ അത് പ്രോപ്പറായിട്ടൊരു സയൻറ്റിഫിക് പേഴ്സൻ്റെ അടുത്ത് പോയിട്ട് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് ഞാൻ എപ്പോഴും കാണുന്നതാണ്, പലരും കുറേ ആളുകൾ അങ്ങനെ ലാൻഡ് അപ്പ് ഇൻ ട്രബിൾ. മനസ്സിലായില്ലേ? അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പോൾ ഈ സലീം കുമാറില്ലേ, നമ്മുടെ മരിച്ചുപോയ സലീം കുമാർ. ഈസ് എ വെരി ബ്രില്യൻറ്റ് പേഴ്സൺ. പുള്ളിയുടെ ഒരു ടോക്ക് ഉണ്ട് സോഷ്യൽ മീഡിയ, എവറിബഡി ഷുഡ് സീ ദാറ്റ്. ഹി ഹാഡ് എ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് ആൻഡ് പുള്ളി പലയിടത്തും പോയി പല ഓപ്ഷൻസ് ട്രൈ ചെയ്ത് പല ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസും പോയി പുള്ളി അത് ഭയങ്കര നന്നായിട്ട് നരേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ വാസ് സോ ഇംപ്രസ്ഡ്. അത് പുള്ളി ശരിക്കും പറയുന്നത്. ആൻഡ് ഹി ഫൈനലി ലാൻഡ് അപ്പ് ഇൻ ലിവർ ട്രാൻസ്പ്ലാന്റ്.
കമ്മിങ് ടു ദിസ് തിങ് വിച്ച് ഇസ് ആർത്രൈറ്റിസ്, വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന another വേർഡുമാണ്, ബട്ട് എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഈസ് അത് എനിക്കറിയില്ല. Arthritis, again I told you, anything which ends with itis, appendicitis, inflammation of the appendix, like that arthritis, inflammation of arthro, I told you, arthro means joint. Arthritis means inflammation of the joints. Okay. So now it could be due to so many reasons. ഇപ്പം നമ്മൾ സന്ധി തേയ്മാനം എന്ന് പറയില്ലേ, അതിലും ആർത്രൈറ്റിസ് ഇൻഫ്ലമേഷൻ ആയിട്ട് വരാം, അതിൻ്റെ ഒരു ചേഞ്ച് ആയിട്ട് വരാം, ജോയിന്റിൽ ഇൻഫ്ലമേഷൻ എഫക്റ്റ് ആയിട്ട് ജോയിന്റിൽ ഇൻഫ്ലമേഷൻ വരാം. മനസ്സിലായില്ലേ? സന്ധി തേയ്മാനം അതിന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയാം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സന്ധി തേയ്മാനം. അപ്പോൾ അത് നമുക്ക് പല ജോയിന്റ്സിലും വരാം. സാധാരണ കൂടുതലായിട്ടും കണ്ടുവരുന്നതും വെയിറ്റ് ബെയറിംഗ് ജോയിന്റ്സിലാണ്, മുട്ട്, ഇടുപ്പ് അല്ലെങ്കിൽ ഷോൾഡർ ജോയിന്റ്സിലും ഒക്കെ വരാം. സാധാരണ കണ്ടുവരുന്നത് വെയിറ്റ് ബെയറിംഗ് ജോയിന്റ്സ് ആയാലും ഹിപ്പ്, നീ ആൻഡ് ആങ്കിൾ. ഡോക്ടർ, ഇപ്പം എത്രയോ ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറി, നീ റീപ്ലേസ്മെന്റ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പേഷ്യൻറ്റ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഒരു സർജറിക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഇത് ഓപ്ഷൻ ഉള്ളൂ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഡെഫിനറ്റ്ലി ആസ് എ റീപ്ലേസ്മെന്റ് സർജൻ നമ്മളെപ്പോഴും ഒരു റീപ്ലേസ്മെന്റ് എപ്പോഴും ആലോചിക്കുക വെച്ചാൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധി തേയ്മാനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. യു അണ്ടർസ്റ്റുഡ്? അതായത് എസ്പെഷ്യലി ഇപ്പോൾ പേഷ്യൻറ്റിന് കണ്ടിന്യൂസ് പെയിൻ ആണ്, ദാറ്റ് കാൻഡിഡേറ്റ് ഇസ് നോട്ട് ഏബിൾ ടു ഡു ഹെർ ഓർ ഹീസ് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കോംപ്രമൈസ് ചെയ്യാണ്. പിന്നെ എസ്പെഷ്യലി ക്ലിനിക്കോ റേഡിയോളജിക്കലി നമ്മൾ നോക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബോൺ ഒരതി തുടങ്ങിയൊക്കെയാണെങ്കിൽ ഹീ ഈസ് ആൻ അബ്സല്യൂട്ട് ഇൻഡിക്കേറ്റഡ് കേസ് ഓഫ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി. വേറെ ഒരു ഓപ്ഷനിലും പിന്നീട് നമ്മൾ അത് ട്രൈ ചെയ്തിട്ട് കാര്യമില്ല, ബിക്കോസ് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ആക്ച്വലി യു ഹാവ് ടു ഗോ ഫോർ ജോയിന്റ് റീപ്ലേസ്മെന്റ്. എല്ലായിടത്തും ആർത്രോസ്കോപ്പി യൂസ് ചെയ്യോ, അതോ ഡു യു ഫീൽ ദാറ്റ് ഇൻ സർട്ടൻ സർജറീസ് യു ഷുഡൻറ്റ് ബി ഡൂയിങ് an arthroscopy, അത് ഓപ്പൺ സർജറി തന്നെ ചെയ്യണം? ഓഫ് കോഴ്സ്. ഇപ്പോൾ ഈ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമുക്ക് കീഹോൾ അല്ലെങ്കിൽ ആർത്രോസ്കോപ്പി വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. പലരും വന്നിട്ട് ചോദിക്കുന്നതാണ് എൻ്റെ അടുത്ത്, പലരും വന്നിട്ട് ചോദിക്കും നമുക്ക് ഇപ്പോൾ സന്ധി മാറ്റി വെക്കണം അല്ലെങ്കിൽ ജോയിന്റ് റീപ്ലേസ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് ചോദിക്കും നമുക്ക് കീഹോളിൽ കൂടി ചെയ്യാൻ പറ്റില്ല. കീഹോൾ ഹാസ് ഗോട്ട് ലിമിറ്റഡ് ഇൻഡിക്കേഷൻസ്. ബേസിക്കലി നമ്മൾ കീഹോൾ എപ്പോഴാണ് യൂസ് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞത്, ബേസിക്കലി എപ്പോഴാണ് യൂസ് ചെയ്യുക വെച്ചാൽ ഒരു ലിഗമെന്റ് ഇഞ്ചുറി, ലിഗമെന്റ് റീകൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ മെനിസ്കസ്, മുട്ടിൽ മെനിസ്കസ് ഇഷ്യൂസ്, ഷോൾഡറിൽ റൊട്ടേറ്റർ കഫ് പ്രോബ്ലം, അല്ലെങ്കിൽ റിസ്റ്റിൽ വരുന്ന ലിഗമെന്റ് ഇഷ്യൂസ്, TFCC ലിഗമെന്റ് ഇഷ്യൂസ്. പിന്നെ നമുക്ക് ഈ ടെന്നീസ് എൽബോ എപ്പോഴും കോമൺ ആയിട്ട് കാണുന്നതാണ്. ഇപ്പോൾ റെസിസ്റ്റന്റ് ടെന്നീസ് എൽബോയിലൊക്കെ ചിലപ്പോൾ നമുക്ക് ആർത്രോസ്കോപ്പി ചെയ്തിട്ട് മസിൽ റിലീസ് ചെയ്യാൻ പറ്റും, ECRB റിലീസ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. അപ്പം കീഹോൾ സർജറി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ബോൾ ഗെയിം ഓൾ ടുഗദർ. കീഹോൾ ഓർ ആർത്രോസ്കോപ്പി ഈസ് ഡിഫറെൻറ്റ്, ആർത്രോപ്ലാസ്റ്റി ഈസ് ഡിഫറെൻറ്റ്. ആർത്രോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ സന്ധി മാറ്റി വെക്കലാണ്, അതൊരിക്കലും നമുക്ക് കീഹോൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. കീഹോൾ നമുക്ക് ചെയ്യാൻ പറ്റുക ലിഗമെന്റ് അഡ്രസ് ചെയ്യുക, റൊട്ടേറ്റർ കഫ് അഡ്രസ് ചെയ്യുക, മെനിസ്കസ് ഇഷ്യൂസ് അഡ്രസ് ചെയ്യുക, അല്ലെങ്കിൽ കാർട്ടിലേജ് പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് കീഹോൾ അല്ലെങ്കിൽ ആർത്രോസ്കോപ്പി സർജറി. നമുക്ക് ബോൺസ് ആൻഡ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വാട്ട് ആർ ദ ഫുഡ്സ് വി മസ്റ്റ് അവോയ്ഡ്? നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം? നമ്മൾ ബേസിക്കലി നമ്മളിപ്പോൾ എസ്പെഷ്യലി കേരളൈറ്റ്സ് ആണ്, വി ആർ ഭയങ്കരമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഈറ്റേഴ്സ് ആണ്, റൈസ് ഈറ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി ദർ ഇസ് എ സ്റ്റഡി, അച്യുത മേനോൻ സെൻറ്റർ ഫോർ ഹെൽത്ത് സയൻസ്, 67% ഓഫ് പീപ്പിൾ ആർ ഈതർ ഡയബറ്റീസ് ഓർ പ്രീ ഡയബറ്റീസ്. അതിന് ദാറ്റ് ഈസ് എ ഹ്യൂജ് നമ്പർ അല്ലേ. ദാറ്റ് ഈസ് ബേസിക്കലി ബിക്കോസ് വി ആർ റൈസ് ഈറ്റേഴ്സ്. അപ്പം നമ്മളിപ്പോൾ പറയും, ഞാൻ ചില പേഷ്യൻസിനോട് ചോദിക്കും നിങ്ങൾ അങ്ങനെ റൈസ് കൂടുതൽ കഴിക്കരുത്. അപ്പോൾ അവർ പറയില്ല, റൈസ് ചോറ് ഉച്ചക്ക് മാത്രമേ കഴിക്കുള്ളൂ. പക്ഷേ അവർ രാവിലെ ദോശയായിരിക്കും, വൈകുന്നേരം പുട്ടായിരിക്കും. ഇൻ എഫക്ട് വാട്ട് ദേ ആർ ടേക്കിംഗ് 3 times റൈസ് തന്നെയാണ് കഴിക്കുന്നത്, ക്വാണ്ടിറ്റി. അപ്പം നമ്മൾ ബോണിനും മസിലിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യും. ഡെഫിനറ്റ്ലി നമുക്ക് പ്രോട്ടീൻ വേണം, മിനറൽസ് വേണം, ചെറിയ ഫിഷ്, മിൽക്ക്, പ്രോട്ടീൻ പ്രോഡക്ട്സ്, എല്ലാം ആവശ്യമാണ്. അരിഭക്ഷണം പരമാവധി കുറയ്ക്കുന്നതാണ് ആക്ച്വലി നല്ലത്. നമുക്ക് ആവശ്യമുള്ളത് അത്ര മാത്രം കഴിച്ചാൽ മതി ശരിക്കും. പക്ഷെ നമ്മൾ എക്സ്ക്ലൂസീവ് റൈസ് ഈറ്റേഴ്സ് ആണ്. ഇപ്പോൾ ഈവൻ ഇൻക്ലൂഡിങ് മീ, അവൻ ചോറ് തിന്നിട്ടില്ലെങ്കിൽ എന്തോ ഒരു തെറ്റ് ചെയ്ത മാതിരിയാ തോന്നുക. അതെ, മൈദയും നമ്മൾ ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യുന്ന ബ്രെഡ്, പൊറോട്ട, ഓൾ ഓഫ് ദാറ്റ്. ഡോക്ടർ, വെൻ ഷുഡ് ഐ യൂസ് ഐസ് ഓൺ ആൻ ഇഞ്ചുറി ആൻഡ് വെൻ ഷുഡ് ഐ യൂസ് ഹീറ്റ് ഓൺ ദ ഇഞ്ചുറി? ഇത് എപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ തോന്നുന്നു. ഐസ് എപ്പോഴും നമ്മളൊരു അക്യൂട്ട് ഇഞ്ചുറി, ഇപ്പോൾ പെട്ടെന്നൊരു ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇഞ്ചുറി വന്നു, അപ്പോൾ നമുക്ക് ഐസ് പാക്സ് വെക്കാം. ഒരു അക്യൂട്ട് ട്രോമ, അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ ജോയിന്റ് റീപ്ലേസ്മെന്റ് ഒക്കെ കഴിഞ്ഞ ഉടനെ ഐസ് പാക്സ് വെക്കും. മനസ്സിലായി? അപ്പോൾ സഡൻ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ് പാക്സ് വെക്കുന്നത്. വേറെ ഹോട്ട് എപ്പോഴും നമുക്കിപ്പോൾ ക്രോണിക് കണ്ടീഷൻസ്, കുറേ നാളായിട്ടുള്ള ബാക്ക് പെയിൻ അല്ലെങ്കിൽ കുറേ നാളായിട്ടുള്ള കാലുവേദനയൊക്കെ ആണെങ്കിൽ നമുക്ക് ഹോട്ട് പാക്സ് വെക്കാം. അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഐസ് വെച്ചാൽ എന്താ സംഭവിക്കുക, നമ്മൾ വെസൽസ് ഒക്കെ വാസോ കൺസ്ട്രിക്ഷൻ വരും. വേറെ ചൂടാവുമ്പോൾ വാസോ ഡയലിറ്റേഷൻ വരും. അപ്പോൾ ഈ ഓൾ ദ ഫ്രീ റാഡിക്കൽസ് ഒക്കെ
എലിമിനേറ്റ് ചെയ്യാനോ വെസൽസ് ഡയലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഫ്രീ റാഡിക്കൽസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് കുറച്ച് നാളായിട്ട് മുട്ടുവേദന better ചൂടാണ്. ചൂട് പക്ഷെ പെട്ടെന്ന് ഞാനൊന്ന് വീണു അവിടെ ഐസാണ് വെക്കുന്നതാണ് ബെറ്റർ. അതുപോലെ ഡോക്ടർ ഇത്രയും കേസസ് കണ്ടതില്ലേ ഏറ്റവും സ്ട്രേഞ്ചസ്റ്റ് കോസ് ഓഫ് ഇഞ്ചുറി എന്താണ് ഡോക്ടർ കണ്ടിട്ടുള്ളത്? സ്ട്രേഞ്ചസ്റ്റ് എന്ന് പറയാൻ വയ്യ. കാരണം എനിക്കറിയാം പലതരത്തിലുള്ള ഇഞ്ചുറീസ് ആയിരിക്കും കണ്ടിട്ടുള്ള. ചിലർ മരത്തിൽ നിന്ന് വീണു അങ്ങനെ. ബട്ട് വാട്ട് ഈസ് ദ മോസ്റ്റ് ബാഫ്ലിംഗ് കോസ് ഓഫ് ഇഞ്ചുറി? ഇപ്പൊ ഞാൻ റീസെന്റ് കണ്ടുവരുന്ന ഒരു സംഭവം ഞാൻ വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പം ഈ യങ്സ്റ്റേഴ്സ് ഇല്ലേ, കുറെ പേര് വരും ഇവിടെ ഒരു ബോക്സേഴ്സ് ഫ്രാക്ചർ ആയിട്ട് വരും. അപ്പം നമ്മളെടുത്ത് ഇവൻ പറയും പിന്നെ അത് പിന്നെ കൈ ഇങ്ങനെ തട്ടിപ്പോയി, എവിടെയോ തട്ടിപ്പോയി, ഇടിച്ചു പോയി എന്നൊക്കെ പറയും. അപ്പം നമുക്കിത് ബിക്കോസ് വി ആർ യൂസ് ടു ഇറ്റ്, നമുക്കത് കണ്ടാൽ മനസ്സിലാവും ബോക്സേഴ്സ് ഫ്രാക്ചറാണ്, മെറ്റാകാർപ്പൽ ഹെഡ് ഫ്രാക്ചർ, നെക്ക് ഫ്രാക്ചറാണ്. അപ്പോൾ യൂഷ്വലി അത് സംഭവിക്കും ഒന്നുകിൽ ബോക്സേഴ്സ് ഫ്രാക്ചർ എന്ന് പറയാൻ തന്നെ കാരണം ബോക്സേഴ്സിൻ്റെ ആ ഒരു ഇത് കാരണം, അവരെ ഹിറ്റ് കാരണം. അപ്പോൾ ഇത് യൂഷ്വലി എന്താ സംഭവിക്കും, ദേഷ്യം പിടിച്ച് ചുമരിലിടിക്കുമ്പോഴാണ് ഇത് പൊട്ടുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഇത് കോമൺ ആയിട്ട് വരും, പക്ഷെ അവർ ഡിസ്ക്ലോസ് ചെയ്യില്ല. ഡോക്ടർ, വെൻ യു ടോക്ക് അബൌട്ട് ബോൺ ഹെൽത്ത്, നമ്മൾ ഏറ്റവും അധികം ഇപ്പോൾ ഈ ഇടയ്ക്കുള്ള കോൺവെർസേഷൻസ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ നമ്മൾ പെരിമെനോപോസും മെനോപോസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവിടെ ബോൺ ഹെൽത്ത് ഒരു ഗ്രാജുവൽ ഡിറ്റീറിയേഷൻ അല്ലെങ്കിൽ സഡൻ ഡിറ്റീറിയേഷൻ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ വാട്ട് ഡു യു അഡ്വൈസ് ഫീമെയിൽ പേഷ്യൻസ് ഹു കം ടു യു? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇസ് എക്സസൈസ്, എസ്പെഷ്യലി പെരിമെനോപോസ് ഓർ പോസ്റ്റ് മെനോപോസ് എക്സസൈസ്. ബിക്കോസ് നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി വി ഷുഡ് ആൻറ്റിസിപ്പേറ്റ് അവർക്കൊരു ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. അതുകൊണ്ട് പല ഇഷ്യൂസ് വരാം, ഇൻക്ലൂഡിങ് സൈക്യാട്രിക് ഓർ സൈക്കോളജിക്കൽ ഇഷ്യൂസ് വരാം. അതുകൂടാണ്ട് തന്നെ വരുന്ന നമ്മുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് ഈ മസ്കുലോസ്കെലിറ്റൽ ഇഷ്യൂസ്. അവർക്കിപ്പോൾ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഡിസ്കിൻ്റെ അസുഖമൊക്കെ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവർക്കൊക്കെ കുറച്ചും കൂടി അഗ്രവേറ്റ് ചെയ്ത് വരാം. അപ്പോൾ അവർക്ക് ബേസിക്കലി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള എക്സസൈസ് വേണം. അതൊരു സയൻറ്റിഫിക് അഡ്വൈസ് എന്തായാലും എടുക്കണം. എക്സസൈസ് വേണം, ഡയറ്ററി കുറച്ചുകൂടി ബാലൻസ് ഡയറ്റ് ചെയ്യണം, കുറച്ച് ആരോഗ്യം ശ്രദ്ധിക്കാൻ തുടങ്ങണം. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങണം. ബിക്കോസ് ഇറ്റ്സ് ഓൾ കണക്റ്റഡ്. അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പ്രോബ്ലം കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് വന്നല്ലോ, എനിക്ക് കൈ പൊക്കാൻ പറ്റത്തില്ല, കംപ്ലീറ്റ്ലി ഒരുമാതിരി ഒരു മാസത്തോളം എനിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇതേപോലെ കുറേ സ്ത്രീകൾ പറയുന്ന കേട്ടിട്ടുണ്ട്. ഈസ് ഇറ്റ് എ വെരി സിമിലർ സിറ്റുവേഷൻ ഓർ ഇസ് ഇറ്റ് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന വേറെയാണോ? ഐ ഹവ് ഓൾവേസ് ഹേർഡ് ലോട്ട്സ് ഓഫ് വിമൻ ടോക്ക് അബൌട്ട് വെരി സിമിലർ കണ്ടീഷൻസ്. അല്ല, അത് എല്ലാം ഒന്നാണെന്ന് തന്നെ പറയാൻ പറ്റില്ല, പക്ഷേ ഓൾമോസ്റ്റ് സിമിലർ ഇഷ്യൂസ് തന്നെയാണ്. അത് ഒരു പെരിമെനോപോസൽ ഏജിലൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ സ്പോണ്ടൈലോസിസ് വരാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴുത്തുനിന്നുള്ള നെർവ്സിന് എന്തെങ്കിലും കംപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ ഷോൾഡറിലേക്ക് റേഡിയേറ്റിംഗ് പെയിൻ വരാം. ആ കാരണം കൊണ്ട് പെയിനും സ്റ്റിഫ്നെസ്സും വന്ന് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത് നമ്മൾ ആ കംപ്ലീറ്റ്ലി മൊബിലിറ്റി ഫ്രോസൺ ആവുന്ന ഒരു ഫേസിനാണ്. ദാറ്റ് കുഡ് ബി ഡ്യൂ ടു സോ മെനി റീസൺസ്. ഒന്ന് മോസ്റ്റ് കോമൺ ആണ്, ഇപ്പോൾ കഴുത്തുനിന്നുള്ള നെർവിന് എന്തെങ്കിലും ഡിസ്ക് പ്രോബ്ലം ഉണ്ട്, നെർവ് കംപ്രഷൻ ഉണ്ടെങ്കിൽ ഷോൾഡർ പെയിൻ വന്നിട്ട് ഷോൾഡർ ഇവഞ്ച്വലി ഇറ്റ് വിൽ ഗോ ഫോർ സ്റ്റിഫ്നെസ്. പിന്നെ റൊട്ടേറ്റർ കഫ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൊബിലിറ്റി, ഷോൾഡറിന്റെ മൊബിലിറ്റി കൺട്രോൾ ചെയ്യുന്ന മസിൽസ് ഉണ്ട്. അതും വേറൊരു വലിയൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ എല്ലാവരുടെയും വിചാരം ഷോൾഡർ മസിൽ എന്ന് പറയുമ്പോൾ ഈ ഡെൽറ്റോയിഡും ഈ കാണുന്ന ട്രപ്പീസിയസും പെക്ട്രാലിസ് ഒക്കെയാണ്. പക്ഷേ ദർ ഇസ് സംതിങ് കോൾഡ് റൊട്ടേറ്റർ കഫ് വിച്ച് ഇസ് ദ ഗ്രൂപ്പ് ഓഫ് മസിൽ വിച്ച് കൺട്രോൾ യുവർ ഷോൾഡർ മൂവ്മെന്റ്സ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കണം സ്ട്രെങ്തൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ റൊട്ടേറ്റർ കഫിന് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിലും നമുക്ക് ഇവഞ്ച്വലി അത് കുറച്ച് കഴിയുമ്പോൾ സ്റ്റിഫ്നെസ് വരാം. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിൽ ദർ ഇസ് സംതിങ് കോൾഡ്, എപ്പോഴും നമ്മൾ വിൽ ബി ടോക്കിംഗ് അബൌട്ട് പെരിഫറൽ ന്യൂറോപ്പതി. അതിപ്പോൾ എല്ലാവർക്കും കോമൺ, എല്ലാവർക്കും പബ്ലിക്കിനൊക്കെ അറിയുന്ന കാര്യമാണ്. ന്യൂറോപ്പതി വരും, കാലിലേക്ക് ന്യൂറോപ്പതി വരും. അതേമാതിരി ദർ ഇസ് സംതിങ് കോൾഡ് സിമ്പത്തറ്റിക് ന്യൂറോപ്പതി. ഡയബറ്റിക് പേഷ്യൻ്റ് ഇപ്പോൾ ബ്ലഡ് ഷുഗർ കൺട്രോൾഡ് അല്ല, HbA1c കൺട്രോൾഡ് അല്ലെങ്കിൽ ഇവർക്ക് സിമ്പത്തറ്റിക് ന്യൂറോപ്പതി വരും. സിമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോയിൻസിലേക്കുള്ള സപ്ലൈ, നെർവ് സപ്ലൈ, അല്ലെങ്കിൽ നമ്മുടെ വിസറയിലേക്കുള്ള സപ്ലൈ. ഇവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വരും. നമ്മൾ നോർമൽ ബവൽ മൂവ്മെന്റ്സ് ഒന്നും നടക്കില്ല. അതൊക്കെ സിമ്പത്തറ്റിക് ന്യൂറോപ്പതി കാരണം വരുന്ന. അതേമാതിരി ഈ സിമ്പത്തറ്റിക് ന്യൂറോപ്പതി കാരണം ഫ്രോസൺ ഷോൾഡർ ആയി പോവുക, പെയിൻഫുൾ ഷോൾഡർ വരും, സ്റ്റിഫ്നെസ് വരും. സ്റ്റിഫ് ഷോൾഡർ ഒരു വലിയൊരു എൻറ്റിറ്റിയാണ്. സ്റ്റിഫ് ഷോൾഡർ കുഡ് ബി ഡ്യൂ ടു സോ മെനി റീസൺസ്. അതാണ് ഞാൻ പറയാം, എപ്പോഴും നമ്മളില്ലേ, ഇപ്പോൾ ഇതൊക്കെ ഒരു ലേമൻ ടേംസാണ്, പക്ഷേ അത് നമ്മൾ സയൻറ്റിഫിക്കലി അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പം ചില അസുഖങ്ങൾ, സിഗ്നിഫിക്കൻ്റ് അസുഖങ്ങൾ മിസ്സായി പോകും. ഇപ്പോൾ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി ഉണ്ട്. ഇപ്പം റൊട്ടേറ്റർ കഫ് എന്ന് പറഞ്ഞാൽ ഷോൾഡറിൻ്റെ സ്റ്റെബിലൈസ് ചെയ്യുന്ന മസിൽസാണ്, ഞാൻ പറഞ്ഞില്ല, ഇമ്പോർട്ടൻറ്റ് മസിൽസ്. അപ്പോൾ അത് നമ്മൾ റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി പ്രോപ്പർ അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, അത് കുറച്ച് കഴിഞ്ഞാൽ വേറെ ടയറാവും, തേയ്മാനായി പോകും. തേയ്മാനായ പിന്നെ പേഷ്യൻ്റ് കണ്ടിന്യൂസ് പെയിൻ ആണ്. നിങ്ങൾ ഇത്ര പ്രായമായി അതുകൊണ്ട് തേയ്മാനായി അതുകൊണ്ടൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ക്വാളിറ്റി, നിങ്ങൾ എത്ര നാൾ ജീവിക്കുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, ആ ജീവിക്കുന്നിടത്തോളം ദിവസങ്ങൾ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ജീവിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ല? അപ്പോൾ ഇപ്പോൾ ഈ റൊട്ടേറ്റർ കഫൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ
ഡെഫിനറ്റ്ലി കഫ് ടയർ ആർത്രോപ്പതി വരാം, പിന്നെ നിങ്ങൾക്ക് ഷോൾഡർ റീപ്ലേസ്മെന്റ് ഒക്കെയാണ്. അതൊക്കെ എന്ന് പറയുമ്പോൾ വലിയ വലിയ സർജിക്കൽ പ്രൊസീജിയറിലൊക്കെ പോവുകയാണ്. അതാണ് ഡോക്ടർ പറയുന്നതിൽ നിന്ന് എനിക്ക് ഏറ്റവും വലിയ ടേക്ക് അവേ ഇതാണ് കിട്ടുന്നത്, ദാറ്റ് ഇഫ് യു ഹാവ് എ പ്രോബ്ലം ഫോർ എ പ്രൊലോങ് പീരിയഡ് ഓഫ് ടൈം, ഗോ ത്രൂ എ സയന്റിഫിക് ഇവാലുവേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് അത് എന്തുകൊണ്ടാണെന്ന്. അതാണിപ്പോൾ ഇവിടെ ഡൈലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സെനാരിയോ മാറണം ഡെഫിനറ്റ്ലി. അത് നമ്മൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് എന്താ പറയുക, ആ ഒരു സയന്റിഫിക് മെഡിസിൻ അല്ലെങ്കിൽ സയന്റിഫിക് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കുറച്ചും കൂടി നമ്മൾ ഓൾ ഗോയിങ് ടു സ്കൂൾ കോളേജ് അണ്ടർസ്റ്റുഡ്. അപ്പോൾ ആ ഒരു സയന്റിഫിക് മെഡിസിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും ഹൈലൈറ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പേഷ്യൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒരു ഇന്ന ഡോക്ടറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇന്ന ഒരു ഓർത്തോപെഡിക് സർജൻ്റെ അടുത്ത് സർജറി ചെയ്യണമെങ്കിൽ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ഐ ഷുഡ് ബി വെരി കോൺഷ്യസ് ഓഫ്, ഒരു സർജൻസ് പെർസ്പെക്റ്റീവ് എന്ന് ചോദിക്കുകയാണ്. ഡെഫിനറ്റ്ലി ഇപ്പോൾ ഓർത്തോപെഡിക് സർജറി, സിൻസ് ഐ എം ആൻ ഓർത്തോപെഡിക് സർജൻ ഓർ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ, അപ്പോൾ നമ്മളൊരു ജോയിന്റ് റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു ആർത്രോസ്കോപ്പി അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ട്രോമ സർജറി ആയിക്കോട്ടെ, ഒരു കമ്പിയുടെ അല്ലെങ്കിൽ സ്ക്രൂഡിന് സർജറി ആണെങ്കിലും ഒരു സ്കിൽഡ് സർജൻ, ഇതൊരു സ്കിൽഡ് വർക്കാണ്. ഇതിപ്പോൾ നമ്മളൊരു ആശാരിപ്പണിയൊക്കെ മരുന്ന പണിയാണ് ആക്ച്വലി സ്പീക്കിംഗ്. മനസ്സിലായില്ല? ഒരു മീൻസ് ഓഫ് കോഴ്സ് മെഡിക്കൽ സൈഡ് ഇസ് ദർ, പക്ഷെ നമ്മളിപ്പോൾ വൺസ് വി ആർ ഇൻ ടു ദ ബോൺ ഓർ നമുക്ക് മോർ ലൈക്ക് ഒരു ക്രാഫ്റ്റ് വർക്കാണ്. മനസ്സിലായില്ല? അപ്പോൾ നമുക്കൊരു നല്ല സ്കിൽഡ് ആയിട്ടുള്ള സർജൻ വേണം. അത് യു വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട്. മനസ്സിലായില്ല? അപ്പോൾ നമ്മളിപ്പോൾ സർജറി ചെയ്ത ഫീഡ്ബാക്ക് ഒക്കെ വെച്ചിട്ടാണ് യൂഷ്വലി ജനങ്ങൾ അങ്ങനെയാണ് ചെയ്യുക. അതായത് അവരുടെ റിലേറ്റീവ് ചെയ്ത് സർജറി സക്സസ്ഫുൾ ആയി, സോ ദാറ്റ് ദേ വിൽ സെലക്ട് ദാറ്റ് പെർട്ടിക്കുലർ സർജൻ. ദാറ്റ്സ് ഹൗ മോസ്റ്റ് ഓഫ് മൈ പേഷ്യൻറ്റ് കംസ് ടു മീ. അപ്പം നല്ലൊരു സർജൻ ഡെഫിനറ്റ്ലി വേണം. രണ്ടാമത് നമ്മളെല്ലാ സർജറീസും 80 to 90% ഓർത്തോപെഡിക് സർജറീസ് വി യൂസ് ഇംപ്ലാന്റ്സ്. ഇംപ്ലാന്റ്സ് ആർ ഫോറിൻ മെറ്റീരിയൽസ്. അപ്പോൾ ഇൻഫെക്ഷൻ ഉള്ള ഒരു ചാൻസ് കൂടുതലാണ്, പക്ഷേ ഇൻഫെക്ഷനുള്ള ചാൻസ് കൊടുക്കാൻ പാടില്ല. സോ യു ഷുഡ് സെലക്ട് എ ഹോസ്പിറ്റൽ വിത്ത് എ വെരി ഗുഡ് ഓപ്പറേഷൻ തിയേറ്റർ. യു അണ്ടർസ്റ്റുഡ്? ആൻഡ് എനി സർജറി ചെയ്യുമ്പോഴും അതിൻ്റെ പ്രീ റിക്വസിറ്റ്സ് എന്ന് പറഞ്ഞാൽ സർജറി ഒരു സർജൻ മാത്രം ചെയ്യുന്ന വർക്കല്ല. സർജറിയിൽ കുറേ ആളുകൾ ഇൻവോൾവ് ആണ്. സ്റ്റാർട്ടിങ് ഫ്രം അനസ്തെറ്റിസ്റ്റ്, ഐ മീൻ ക്രിട്ടിക്കൽ കെയർ ഫിസിഷ്യൻസ്, ദെൻ കാർഡിയോളജി ഫിസിഷ്യൻ, പിന്നെ പ്രീ ഓപ്പറേറ്റീവ് നഴ്സിംഗ് സ്റ്റാഫ്സ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് നഴ്സിംഗ് സ്റ്റാഫ്സ്, ദെൻ ഫിസിയോസ്. യു അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇത്രയും നല്ലൊരു ടീമുള്ള സ്ഥലത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാർജിൻ ഓഫ് എറർ കുറയ്ക്കാൻ പറ്റും. അതായത് അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് കുറയ്ക്കാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ എപ്പോഴും ഒരു സർജറി, എസ്പെഷ്യലി ഓർത്തോപെഡിക് സർജറി നോക്കുമ്പോൾ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കണം, ആ സർജൻ്റെ സ്കിൽസ് നോക്കണം. അവിടെ മൾട്ടി ഡിസിപ്ലിനറി ടീമുണ്ട്. അപ്പോൾ നമ്മളൊരു 100 സർജറി ചെയ്താൽ ചിലപ്പം ചെറിയ ഏതെങ്കിലും സർജറി ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ പേഷ്യൻ്റ് ഒരു കാർഡിയാക് അറസ്റ്റ് ഇഷ്യൂ വരും. അത് ഹാൻഡിൽ ചെയ്യാൻ നല്ല കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള കാർഡിയാക് കെയറോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയറോ അവിടെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഫിസിയോക്ക് ഭയങ്കര റോളുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഏതൊരു സർജറിയിലും ഫിസിയോ റോൾ ഇസ് വെരി ഹൈ. ഫിസിയോസ് ആർ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഓർത്തോപെഡിക് സർജൻസ്, എസ്പെഷ്യലി ഓർത്തോപെഡിക് സർജൻസ്. അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സർജറിയുടെ മുമ്പ് തന്നെ നമ്മൾ എക്സസൈസും കാര്യങ്ങളും പഠിപ്പിക്കും പേഷ്യൻറ്റ്. ദാറ്റ് ഈസ് കോൾഡ് റീഹാബിലിറ്റേഷൻ. ഓക്കെ, യു ഓൾ നോ ദാറ്റ് റീഹാബിലിറ്റേഷൻ, അതായത് സർജറി കഴിഞ്ഞിട്ട് റീഹാബ് ചെയ്യുന്നത്. അതേമാതിരത്തെ ഒരു ടേമാണ് പ്രീഹാബിലിറ്റേഷൻ. അപ്പോൾ പ്രയർ ടു ദ സർജറി ഇറ്റ് സെൽഫ് വിൽ ടീച്ച് ദ എക്സസൈസ്, വിൽ ഡു വാട്ട് എവർ സ്ട്രെങ്തനിങ്. അതിനാണ് പ്രീഹാബിലിറ്റേഷൻ എന്ന് പറയും. അപ്പോൾ പ്രീഹാബ് ചെയ്ത പേഷ്യൻസിന് റീഹാബ് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ആൻഡ് ദ ഫൈനൽ ഫങ്ഷണൽ ഔട്ട്കം വിൽ ബി വെരി ഗുഡ്. മനസ്സിലായില്ലേ? പ്രീഹാബ് ചെയ്ത പേഷ്യൻറ്റും റീഹാബ് മാത്രം ചെയ്ത പേഷ്യൻറ്റും ഐ ഹാവ് പേഴ്സണൽ എക്സ്പീരിയൻസ് ദാറ്റ് ദേ വിൽ ബി ഹാവിങ് വെരി ഗുഡ് റിക്കവറി. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മളൊരു എക്സസൈസ്, ഇപ്പോൾ പേഷ്യൻറ്റ് സർജറി കഴിഞ്ഞ് പെയിനായിട്ട് അവിടെ കിടക്കുമ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ആൾ ഇറിറ്റേറ്റഡ് ആവുക ചെയ്യുക ഫസ്റ്റ്. അതേസമയത്ത് ഇയാൾക്ക് ഓൾറെഡി എക്സസൈസ് ഒക്കെ അറിയുകയാണെങ്കിൽ ഞാൻ അന്ന് പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റാറ്റിക് ക്വാഡ്രിസെപ്സ് എക്സസൈസ് നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞാൽ ചെയ്യുന്നതാണ്. സ്റ്റാറ്റിക് ക്വാഡ്രിസെപ്സ്, ROM എക്സസൈസ് ഒക്കെ അതൊക്കെ പുള്ളി ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. പുള്ളി ഗ്രാജുവലി അത് വിൽ ബി മെൻ്റലി പ്രിപ്പയർഡ് ടു ഡു ദാറ്റ്. മനസ്സിലായി? ദെൻ വാട്ട് ഹാപ്പൻസ്, ഫങ്ഷണൽ ഔട്ട്കം വിൽ ബി മച്ച് ബെറ്റർ ആൻഡ് ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. യു അണ്ടർസ്റ്റുഡ്? എപ്പോഴും നമ്മൾ ഇപ്പോൾ റേഡിയോളജിക്കൽ ഔട്ട്കം ഒന്നല്ല ഇമ്പോർട്ടൻറ്റ്. നമുക്കിപ്പോൾ എക്സ്റേയിൽ ഭംഗിയായിട്ടിരിക്കുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. പേഷ്യൻ്റ് ഫങ്ഷണൽ ഔട്ട്കമ്മും പേഷ്യൻ്റ് റിപ്പോർട്ടഡ് സാറ്റിസ്ഫാക്ഷനും. മനസ്സിലായില്ലേ? ആ പേഷ്യൻ്റ് നിങ്ങൾ എന്തൊക്കെ ഇവിടെ ചെയ്തു വെച്ചു എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, പേഷ്യൻറ്റിന് അസുഖം മാറണം. അതുപോലെ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിൽ അതിൽ ഇതൊരു വലിയ ഇൻഡസ്ട്രി തന്നെയാണെന്ന് അറിയാം. പക്ഷേ മെറ്റീരിയൽസിൽ വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു സജസ്റ്റ് ആൻഡ് ഹൗ ഡു യു ഹെൽപ്പ് ദ പേഷ്യൻറ്റ് മേക്ക് ദ ഡിസിഷൻ? അതെപ്പോഴും ഞാൻ പറയാം, ഇതിപ്പോൾ വേറൊരു കോണ്ടെക്സ്റ്റ് ആണ്. എപ്പോഴും പേഷ്യൻസ് വരും സർജറിക്ക് വില്ലിങ് ആയിട്ട് അവർ നിൽക്കും. അപ്പോൾ അവർ ചോദിക്കും അവിടെ ഇത്ര എക്സ്പെൻസ് ആണല്ലോ, ഇവിടെ ഇത്ര എക്സ്പെൻസ് ആണല്ലോ. എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതല്ല സർജറിയുടെ കാര്യത്തിൽ. മനസ്സിലായില്ലേ? എക്സ്പെൻസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വിചാരിച്ച എക്സ്പെൻസ് പല രൂപത്തിൽ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഉപയോഗിക്കുന്ന ബ്ലേഡിൽ വരെ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. വി ക്യാൻ റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡ്രൈപ്സ്, നമ്മളിടുന്ന ഡ്രസ്സ്, ഈവൻ രോഗി ഇടുന്ന ഡ്രസ്സ്, പേഷ്യൻ്റ് ഇടുന്ന ഡ്രസ്സ്, എല്ലാത്തിലും നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതല്ല ഒരു കാര്യം. റീസണബിൾ എക്സ്പെൻസിൽ ചെയ്യുക എന്നുള്ളതാണ്. അത് ആ സെയിം ഈസ്
അപ്ലിക്കബിൾ ഫോർ ദ ഇംപ്ലാൻസ് ഓൾസോ. ഇംപ്ലാൻസിന് നമുക്ക് പല ഇംപ്ലാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങളെടുത്തിപ്പോൾ ഒരു 1 lakh സർജറി പറഞ്ഞു, മറ്റേ സ്ഥലത്ത് 1.5 lakh സർജറി പറഞ്ഞു. അപ്പോൾ അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇംപ്ലാന്റ് യൂസ് ചെയ്യാണ്, ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് എക്സ്പെൻസ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്യുമ്പോൾ പിന്നീട് ഭാവിയിൽ അവർക്ക് ഒരു മെറ്റൽ റിയാക്ഷൻസ് വരാം. ഇപ്പോൾ ഒരു MRI ഫ്യൂച്ചറിൽ എടുക്കണമെങ്കിൽ എടുക്കാൻ പറ്റില്ല, മനസ്സിലായി. പിന്നെ ഒരു മെറ്റൽ ഡിറ്റക്ടർ ഇഷ്യൂസ്, ഇവർക്ക് എപ്പോഴും ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കണം, ബിക്കോസ് ദേ ഇംപ്ലാന്റ് ഇൻ ദ ബോഡി. അപ്പം ഇത്രയും ഇഷ്യൂസ് ഉണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇസ് മെറ്റൽ റിയാക്ഷൻസ് ആണ്, മനസ്സിലായി. പിന്നെ രണ്ടാമതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഭാവിയിൽ ഒരു MRI നമുക്ക് പറയാൻ പറ്റില്ല, മേ ബി ഒരു MRI ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിനൊന്നും MRI കോമ്പാറ്റബിൾ ആയിരിക്കില്ല. അപ്പോൾ അതിനാണ് ഇപ്പോൾ റിഫൈൻഡ് ആയിട്ടുള്ള ടൈറ്റാനിയം അല്ലെങ്കിൽ ബയോ അബ്സോർബിൾ നമ്മുടെ ബോഡിയിൽ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് അലിഞ്ഞു പോകുന്ന ഇംപ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു വലിയ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്മെന്റ് ആണ്, സർജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ് ഇതൊക്കെ. അല്ലാണ്ട് ഇതൊരു ഇൻഡസ്ട്രി മാത്രമല്ല, ഇതൊക്കെ ഇന്നോവേറ്റബിൾ ആണ്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് പറയാം, എൻ്റെ ഒരു ബ്രദർ വന്ന് എനിക്കൊരു സർജറി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി ഐ വിൽ ഗോ ഫോർ ടൈറ്റാനിയം. ബിക്കോസ് എനിക്ക് അവന് ഭാവിയിൽ ഒരു MRI എടുക്കേണ്ടി വന്നാൽ എടുക്കണം, മനസ്സിലായി. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ്, അപ്പോൾ എക്സ്പെൻസ് അല്ല ഇമ്പോർട്ടൻറ്റ്, റീസണബിൾ എക്സ്പെൻസിൽ ചെയ്യാനുള്ള ഏതൊരു പണിക്കും അതിൻ്റെതായിട്ടുള്ള റീസണബിൾ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സർജറിയുടെ കാര്യത്തിൽ എസ്പെഷ്യലി ഇപ്പോൾ ഇലക്റ്റീവ് സർജറി ഓർത്തോപെഡിക്സിലൊക്കെ സർജറിയുടെ കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കുറയ്ക്കാമെന്നുള്ളത് മാത്രമായിരിക്കും. ഓഫ് കോഴ്സ് ഐ നോ മോസ്റ്റ് ഓഫ് ദ ഇന്ത്യൻസ് ദേ ഹാവ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. അത് ഡോക്ടേഴ്സിന് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. അപ്പോൾ അവർ ദേ വിൽ ട്രൈ ടു ഹെൽപ്പ് യു, ബട്ട് ഭയങ്കരമായിട്ട് എക്സ്പെൻസ് കുറയ്ക്കാന്നുള്ള ആ ഒരു ഇതിൽ പോകാൻ പാടില്ല. യു ഹാവ് ടു ഗെറ്റ് ഇറ്റ് ഡൺ ഇൻ എ റീസണബിൾ പ്രൈസ്. സർ, ചെയ്തിരിക്കുന്ന ഇത്രയും അധികം സർജറീസിൽ ഏറ്റവും ടെൻഷൻ പിടിച്ചു പോയി, അയ്യോ ഇതെങ്ങനെ ചെയ്തെടുക്കും എന്ന് തോന്നിയ സർജറി ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അത് ഒത്തിരി ഉണ്ടാവും. വാസ്കുലർ സർജറി ഒക്കെ ഇപ്പോൾ ചിലപ്പം ഫ്രാക്ചറിന്റെ കൂടെ ബ്ലഡ് വെസൽ ഇഞ്ചുറി ഒക്കെ ആയിട്ട് വരും. ബ്ലഡ് വെസൽ ഇഞ്ചുറി ഒക്കെ ആയിട്ട് വരുമ്പോൾ എപ്പോഴും നമുക്ക് ടൈം സ്പാൻ കുറവാണ്. 8 hours അത് റിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ആംബ്യൂട്ട് ചെയ്യേണ്ടി വരും, മനസ്സിലായി. ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ ആഴ്ച ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അത് കാല് ഫ്രാക്ചറായി, കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചറായി, പക്ഷേ പൾസില്ല. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഓർത്തോപെഡിക് സർജൻ ഒരു ട്രിക്കി ഒരു ബാഡ് സെനാരിയാണ്, പൾസ്ലെസ് ലിംബ് വിത്ത് ഫ്രാക്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് വരിക. അങ്ങനത്തെ ഒത്തിരി കേസ് ഉണ്ട്. ഇറ്റ്സ് എ റൂട്ടീൻ ഡേ ടു ഡേ അഫെയർ. ഐ മീൻ മോസ്റ്റ്ലി ആക്സിഡന്റ് കേസസിൽ പൾസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ടൈം കുറവാണ്, ഗോൾഡൻ അവേഴ്സ് എന്നാണ് പറയുന്നത്. വിത്തിൻ ദാറ്റ് പീരിയഡ് ഓഫ് ടൈം വി ഹാവ് ടു റിപ്പയർ ദ വെസൽ. ഈ വെസൽ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ഫ്രാക്ചർ ഫിക്സ് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ കേസസ് ആണ് നമുക്ക് എപ്പോഴും ഒരു നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു വാസ്കുലർ ഇഞ്ചുറി ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങൾ ചോദിച്ചതിൻ്റെ ഒരു ഉത്തരമാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പോൾ ആസ് എ റീപ്ലേസ്മെൻറ്റ് സർജൻ കുറേ കോംപ്ലിക്കേറ്റഡ് സർജറീസ് ഇടയ്ക്ക് വരും. റിവിഷൻ സർജറീസ് ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം. ഈവൻ ഈ ആർത്രോസ്കോപ്പിയിലും ചിലപ്പോൾ റിവിഷൻ സർജറീസ് വരും. ഇപ്പോൾ നമ്മൾ ACL സർജറിയൊക്കെ കോമൺ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ACL റിവിഷൻ വരാം. ACL എന്ന് പറഞ്ഞാൽ ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ്, മുട്ടിലുള്ള ഒരു ലിഗമെന്റ് ആണ്. പിന്നെ പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ്. അപ്പോൾ ഇതിന് ചിലപ്പോൾ മൾട്ടി ലിഗമെന്റ് ഒക്കെ ആയിട്ട് വരും. ACL-ഉം PCL-ഉം പൊട്ടിയിട്ടുണ്ടാവും. മുട്ട് മൊത്തത്തിൽ അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ അതിൽ 4-5 ലിഗമെന്റ്സ് ഒക്കെ റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അതൊക്കെ കുറച്ചും കൂടി ഇപ്പോൾ എല്ലാവരും ആർത്രോസ്കോപ്പി ചെയ്യും, പക്ഷേ ഈ മൾട്ടി ലിഗമെന്റ് ഒക്കെ കുറച്ചും കൂടി ടെക്നിക്കലി ഡിമാൻഡിങ് സർജറീസ് ആണ്. അതേമാതിരി തന്നെ റിവിഷൻ സർജറീസ്. ഇപ്പോൾ റിവിഷൻ സർജറി ഒരു റീപ്ലേസ്മെന്റ് റിവിഷൻ വരെ വരാം. ഒരു പ്രാവശ്യം ചെയ്തു, പിന്നെ റിവിഷൻ വരാം, മനസ്സിലായി. അതൊക്കെ കുറച്ചും കൂടി നമ്മൾ അന്ന് ആ ദിവസങ്ങളിലൊക്കെ തലേ ദിവസം നമുക്ക് അത്ര നല്ല സുഖമുള്ള സ്ലീപ്പായിരിക്കില്ല, മനസ്സിലായില്ലേ. അപ്പം ഒന്ന് ഇതാണ് വാസ്കുലാർ ഇഞ്ചുറി ഉള്ള കണ്ടീഷൻസ്. പിന്നെ ഇതേമാതിരി കോംപ്ലിക്കേറ്റഡ് കണ്ടീഷൻസ് എപ്പോഴും വരാം. ഇപ്പോൾ റീസെൻ്റ്ലി വേറൊരു ഫീമെയിൽ പേഷ്യൻറ്റ്, ശ്രീദേവി എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ് വന്നിരുന്നു. പുള്ളി ഇതേമാതിരി സ്പൈനിൻ്റെ പ്രോബ്ലം കൊണ്ട് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടും തെറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. നോട്ട് ബിക്കോസ് ഓഫ് ദ ഇനീഷ്യൽ സർജൻ വേറെ എവിടെയോ ചെയ്തത്. അപ്പോൾ ഇനീഷ്യൽ സർജൻ അത് ശരിക്കും കറക്റ്റായിട്ട് അത് എന്തോ ഒരു ഇത് പറ്റിപ്പോയി, സ്പൈൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ബേസിക്കലി ഹിപ്പ് ചെയ്ത് കഴിഞ്ഞൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഹിപ്പൊക്കെ കറക്റ്റായിട്ട് ഇരിക്കുന്നത്. പക്ഷേ ബിക്കോസ് ഓഫ് ദ സ്പൈൻ ഇഷ്യൂ ഇറ്റ്സ് കീപ് ബിക്കോസ് സ്പൈനോ പെൽവിക് പാരാമീറ്റേഴ്സ് കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്തില്ല. അപ്പോൾ ഇത് തെറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ആ സെയിം സാധനം എടുത്ത് അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെക്കണം. അതൊക്കെ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. ഞാൻ ഒരു കാര്യം മനസ്സിലായി, ഇത്രയും സംസാരിച്ചത് നമ്മുടെ ബോഡിയിൽ നിറയെ പാർട്സ് ഉണ്ട്. ഈ പാർട്സിന്റെ ഒക്കെ പേര് മനസ്സിലാക്കാൻ പോണെങ്കിൽ തന്നെ എടുക്കും വർഷങ്ങൾ. ഐ മീൻ ഐ ഡോണ്ട് നോ ലിഗമെന്റ്സിനും ഇത്രയും അധികം ലിഗമെന്റ്സ് ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എനിവേ മൂവിങ് ഓൺ ടു ദ ഫാക്ട് ദാറ്റ് you are also grooming a lot of doctors, and avade thanne residency cheyna doctors undu, kore perundu. What is that quality that a doctor essentially should have in this day and age? Karana oru environmentally ഒരു സൊസൈറ്റൽ പെർസ്പെക്റ്റീവിൽ നോക്കിയാലും വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. സോ ഈ യങ്സ്റ്റേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന ആ ഒരു ഒബ്സർവേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഡോക്ടറിന് എന്ത് തോന്നുന്നു? വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ദേ നീഡ് ടു ബി റിയലി കോൺഷ്യസ് അബൌട്ട്? യങ് സർജൻസ് അല്ലെങ്കിൽ യങ് കൊളീഗ്സ് ഓഫ് മൈൻ എന്താ വെച്ചാൽ അവർ കുറച്ചുകൂടി ഫാസ്റ്റാണ്.
ബിക്കോസ് ഇപ്പോൾ എപ്പോഴും നമ്മൾ ഫാസ്റ്റാണ് കാര്യങ്ങൾക്കൊക്കെ. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഇപ്പം നമ്മൾ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ എപ്പോഴും പറയും നോളജ് എക്സ്പ്ലോഷൻ്റെ സമയമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നോളജ് എക്സ്പ്ലോഷൻ ഇപ്പോൾ നമ്മൾ മെഡിക്കൽ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ബുക്ക് വേണ്ട, മനസ്സിലായില്ലേ? ഇപ്പോൾ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. പക്ഷേ അതിലൊരു കാര്യം എന്താ വെച്ചാൽ ഈ ആതുര സേവന രംഗത്ത് ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ ജൂനിയേഴ്സിൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, യു ഷുഡ് ബി കമ്പാഷനേറ്റ്. ഐ മീൻ പേഷ്യൻറ്റിനോടൊരു മനസ്സിലായി, ഇത് കംപ്ലീറ്റ്ലി ഒരു കൊമേഴ്ഷ്യൽ മാതിരി അങ്ങനെ കാണാൻ പാടില്ല, ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ വരുന്ന പേഷ്യൻറ്റ് നിങ്ങൾക്കിപ്പോൾ ഒരു ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് അയാൾക്ക് കൊടുക്കണമെങ്കിൽ ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്. എന്താ വെച്ചാൽ ഈ വരുന്ന പേഷ്യൻറ്റ് നിങ്ങളുടെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇപ്പോൾ ധന്യ വന്നിരിക്കുന്നത്, അപ്പോൾ ധന്യ ഐ ആം തിങ്കിങ് ദാറ്റ് യു ആർ മൈ ഓൺ സിസ്റ്റർ. സി ദെൻ അതിലൊരു ട്രീറ്റ്മെൻറ്റ് എന്ത് നിങ്ങൾക്ക് തരണം എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഇല്ല. എത്ര ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സർജറി ആണെങ്കിൽ സർജറി, ഒന്നും കൺഫ്യൂഷൻ ഇല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇതിപ്പോൾ ഞാൻ കണ്ടുപിടിച്ച എനിക്ക് എങ്ങനെയാണ് അതങ്ങനെ തോന്നിയെന്നറിയില്ല. ഒരു 10 years ആയിട്ട്, മേ ബി ഒരു 10 years ആയിട്ട് ഞാനൊരു ഇംപ്ലിമെൻ്റ് ചെയ്യുന്നൊരു സംഭവം. അതായത് ഈ ഒരു വരുന്ന ആൾ നമ്മുടെ ആരോന്ന് അങ്ങോട്ട് കണ്ണടച്ച് വിചാരിക്കുക. വാട്ട് എവർ ഹാപ്പൻസ് ഡിഫറെൻറ്റ് ഇഷ്യൂസ്, മനസ്സിലായി, വേറെ കാര്യങ്ങൾ സംഭവിക്കുന്ന അങ്ങനെയാണെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഓർത്തോപെഡിക്സിൽ തന്നെ ചില കണ്ടീഷൻസ് ഒക്കെ ഇല്ലേ, നമുക്ക് സർജറി വേണോ എപ്പോഴും വരുന്ന ഇഷ്യൂ. ഒരു ഗ്രേ ഏരിയ ഉണ്ട് കുറേ ചില ഏരിയയിൽ. ബിക്കോസ് ഒരു 70s 80s നമ്മൾ ഈ കൺസർവേറ്റീവ് ഓർത്തോന്ന് സർജിക്കൽ ഓർത്തോപെഡിക്സിലേക്കൊക്കെ മാറിയത്. അപ്പോൾ ചിലതിലൊക്കെ എപ്പോഴും പ്ലാസ്റ്റർ ഇടേണ്ടി വരും, മനസ്സിലായി. ചിലതിലിപ്പോൾ നമ്മൾ വിചാരിക്കും ചില MRI എടുക്കണോ, MRI വേണോ, അല്ലെങ്കിൽ ബിക്കോസ് എല്ലാവർക്കും ഫിനാൻഷ്യൽ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ വരുന്ന ആൾ നമ്മൾ ആരോ ആണെന്ന് സ്ട്രാറ്റജി ഫോളോ ചെയ്യുക, ഈ വിൽ ഗെറ്റ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. സർ, 15 years of experience, ലൈവ് സർജറീസ് വരെ ചെയ്തിട്ടുണ്ട് ഫോർ ഫെലോ ഡോക്ടേഴ്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ഇറ്റ്സ് എൻ അമേസിങ് ജേർണി ദാറ്റ് യു ഹവ് ഹാഡ്. എനിക്കറിയാം കുട്ടിക്കാലം മുതൽ യു വർ ഇൻ ടു സ്പോർട്സ് എസ് വെൽ. സ്പോർട്സ് മെഡിസിനും പഠിച്ചിട്ടുണ്ട്, ഫിസിയോതെറപ്പിയും ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് വേൾഡ് ദാറ്റ് ഹാസ് ഓപ്പൺഡ് അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഓർത്തോപെഡിക്സ് എന്തിനാണ് ചൂസ് ചെയ്തത്? ഓർത്തോപെഡിക്സ് എനിക്ക് എൻ്റെ ഇഷ്ടം കൊണ്ട് ചൂസ് ചെയ്തത്. ആക്ച്വലി ഡെഫിനറ്റ്ലി ഇഷ്ടം കൊണ്ട് ചൂസ് ചെയ്തത്. അതായത് ഐ ലൈക്ക് സ്പോർട്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പോർട്സ്. അപ്പോൾ നമ്മളവിടെ എങ്ങനെയാ വെച്ചാൽ ഈ കോഴിക്കോട് മലപ്പുറത്തൊക്കെ എങ്ങനെയാ വെച്ചാൽ നമ്മൾ കളിച്ചാണ്, പാടത്തും പറമ്പിലും കളിച്ച് ആ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ബാക്കി എന്തൊക്കെ ഒഴിവാക്കിയാലും സ്പോർട്സ് ഒഴിവാക്കാൻ പറ്റില്ല. ഫുട്ബോൾ, ഐ വാസ് എ ഫുട്ബോൾ പ്ലെയർ. ഞാൻ കോളേജിലും സ്കൂളിലൊക്കെ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഫുട്ബോളാണ് അവിടുത്തെ അത് ഫുട്ബോൾ ബാക്കി എന്ത് കാര്യം പോസ്റ്റ്പോൺ ചെയ്തിട്ടും നമ്മൾ കളി മാറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു ചെറുതിലേ. അപ്പം സ്പോർട്സിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അതിനിടയിൽ ഇപ്പം ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ഓർത്തോപെഡിക് സർജൻസിനെയൊക്കെ കണ്ടു. അപ്പോൾ അവരോടുള്ളൊരു സ്നേഹമൊക്കെ ഭയങ്കരമായിരുന്നു. ഓർത്തോപെഡിക് സർജൻസിനോടുള്ള, മനസ്സിലായില്ല, ഹാപ്പൻ ടു സീ സം ഓർത്തോപെഡിക് സർജൻ. അപ്പം അതൊരു റീസണാണ്. പിന്നെ ഇത് കൂടാണ്ട് ഈ സ്പോർട്സിനോടുള്ള ഒരു താല്പര്യമാണ് ഡെഫിനറ്റ്ലി എന്നെ ഓർത്തോപെഡിക് സർജറിയിലേക്ക് കൊണ്ടുവന്നത്. ഒരു എത്ര വർഷം പഠിക്കേണ്ടി വരും ടു ബി ആൻ ഓർത്തോപെഡിക് സർജൻ? ഓർത്തോപെഡിക് സർജൻ നോർമലി ഇപ്പോൾ ഒരു റുട്ടീൻ അഫെയർ ഞാൻ പറയാം. എൻ്റെത് കുറച്ച് ഡിഫറെൻറ്റാണ് ബിക്കോസ് ഐ എം എ ഡബിൾ ഗ്രാജുവേറ്റ്. Okay. You understood? I have Bachelor of Physiotherapy. Then I did my MBBS. Then I did MS Ortho 3 years. Then I have enough and more fellowship inside and outside India. You understood? It all together came 16, 17. വലിയ ജേർണിയാണ്. 5 years physio, 5 years, 6 years MBBS, then 3 years. That means around 16 years പഠിത്തം തന്നെ ഉണ്ട്. അപ്പോൾ നോർമലി ഒരാൾക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ MBBS വേണം, 6 years MBBS വേണം. അത് കഴിഞ്ഞ് ഡെഫിനറ്റ്ലി ഇപ്പോൾ എനിക്ക് ഓർത്തോ തന്നെ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ 2-3 years എൻട്രൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, MS ഓർത്തോ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം തൃശ്ശൂർ TCMCയിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുമായിരുന്നു. അപ്പം ഇതന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ട്രീം സെലക്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഇതന്നെ വേണമെന്ന് പറയുമ്പോൾ പിന്നെ യു ഹാവ് ടു സിറ്റ് ആൻഡ് ഫോക്കസ് ഓൺ ദാറ്റ്. അപ്പോൾ അതിനും അഗൈൻ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൂടാണ്ട് ഇപ്പോൾ നോർമൽ ഒരു കാൻഡിഡേറ്റിനാണെങ്കിൽ 6 years MBBS, അത് കഴിഞ്ഞ് ഓഫ് കോഴ്സ് എന്തായാലും 2 years ഒന്നും മിനിമം സ്പെൻഡ് ചെയ്യാണ്ട് നിങ്ങൾക്ക് PG കിട്ടില്ല, എൻട്രൻസ് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റില്ല. മിനിമം 2 years. ദാറ്റ് കുഡ് ബി എനി എമൗണ്ട് ഓഫ് ഇയേഴ്സ്. അപ്പം അതും കഴിഞ്ഞ് MS ഓർത്തോ ഒരു 3 years. മനസ്സിലായില്ലേ? ഈ MS ഓർത്തോ കൊണ്ട് മാത്രം കാര്യമില്ല, യു ഹാവ് ടു ഡു സം ഫെലോഷിപ്സ്. ഇപ്പം നമ്മളെല്ലാ ഇപ്പോൾ ജനറൽ ഓർത്തോപെഡിക്സിൽ ഇപ്പം ജനറൽ ഓർത്തോപെഡിക്സ് ആയിട്ട് ആരും ഇരിക്കുന്നില്ല. യു ഹാവ് ഡിഫറെന്റ് സ്ട്രീംസ് ആഫ്റ്റർ ദാറ്റ് ഓൾസോ. അതാണ് എനിക്ക് ഇത്രയും നാളായിട്ട് ഫെലോഷിപ്പ് എന്താണെന്ന് ഒരു ക്ലാരിറ്റി ഉണ്ട്. ഫെലോഷിപ്പ് ഈസ് നത്തിങ് ബട്ട് എ ട്രെയിനിങ് അണ്ടർ എ മെന്റർ. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർജൻ്റെ കീഴിൽ നിങ്ങൾ പണി പഠിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പണ്ട് ഈ ആശാരിപ്പണിക്കൊക്കെ മൂത്താശാരിയുടെ കൂടെ മൂത്താശാരിയുടെ ഒക്കെ കൂടെ പണി പഠിക്കാൻ പോകുന്ന മാതിരി നമ്മൾ സർജിക്കൽ വർക്ക് പഠിക്കാൻ പോകുക. അവരുടെ മെൻറ്റർഷിപ്പിൽ, സയൻറ്റിഫിക്കലി അവരുടെ മെൻറ്റർഷിപ്പിൽ നമ്മൾ ആ വർക്ക് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പ്രിസൈസ്ഡ് ആയിരിക്കും, നമുക്കൊരു ജനറൽ നോളജ് ആയിരിക്കും, ജനറൽ സർജൻ ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു MS ഓർത്തോ ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ MS ഓർത്തോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരുവിധ എല്ലാ സർജറിയും ചെയ്യാൻ പറ്റും, ട്രോമ സർജറിയൊക്കെ. പിന്നെ നമ്മളിപ്പോൾ ഈ റീപ്ലേസ്മെൻറ്റ് സ്കോപ്പിക്കൊക്കെ ആരുടെയെങ്കിലും അണ്ടറിൽ പോയിട്ട് ഗൈഡൻസിൽ
പഠിക്കണം. പിന്നെ ഇതൊന്നും പോരാ, നമ്മൾ ചെയ്ത് പഠിക്കണം. ഇപ്പം എൻ്റെ ഒരു പ്രത്യേകത, എന്നോട് എല്ലാവരും ചോദിക്കും നിങ്ങളെന്താ എല്ലാ സർജറിയും ചെയ്യുമെന്ന്. അപ്പം എൻ്റെ കാര്യം എന്താ വെച്ചാൽ ഞാനൊരു 10-12 കൊല്ലം മുമ്പ് കൊച്ചിയിൽ വന്നതാണ്. ആ സമയത്ത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ദെൻ ഐ യൂസ് ടു വർക്ക് ഡേ നൈറ്റ്, രാത്രിയും പകലും. എപ്പം ഐ വാസ് ലൈക്ക് കോള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഐ വാസ് ഇൻ സിറ്റി ഹോസ്പിറ്റൽ MG റോഡ്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ കോള് വരാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ ചില ദിവസങ്ങൾ എനിക്ക് രാത്രി കോള് വരില്ല. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് നോക്കും, ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഫോണിന് എന്തെങ്കിലും മനസ്സിലായില്ല. അപ്പോൾ അത്രയും നമ്മൾ ഡേ നൈറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കുന്നതും ഒരാളുടെ അണ്ടറിൽ പഠിക്കുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ അപ്പം എൻ്റെ അടുത്ത് ചിലർ ചോദിക്കും നിങ്ങൾ എല്ലാ സർജറിയും ചെയ്യുന്നുണ്ടല്ലോ. ഐ സംടൈംസ് ഡു സ്പൈൻ ഓൾസോ. യു അണ്ടർസ്റ്റുഡ്? അപ്പം ചിലർ ചോദിക്കും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാം, അത് ഞാൻ തമാശയ്ക്ക് പറയാം, അത് ഈ ചൈനക്കാരുടെ മാതിരിയാണ്. അപ്പം നമ്മളെടുത്ത് പറയും ചൈനക്കാർ പാമ്പിനെ തിന്നും, മറ്റേതിനെ തിന്നും, റെപ്റ്റൈൽസിനെയൊക്കെ തിന്നും. അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഫാക്ട് എന്താ വെച്ചാൽ വൺസ് അപ്പോൺ എ ടൈം ദേ വർ ഇൻ എക്സ്ട്രീം പോവർട്ടി. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മളാവുമ്പോൾ നമ്മൾ വിൽ ബി കമ്പൽ ടു ഡു ഓൾ ദീസ് തിങ്സ്. എനിക്കന്ന് സെലക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ എനിക്ക് റീപ്ലേസ്മെൻറ്റ് സർജൻ അല്ലെങ്കിൽ ആർട്രോസ്കോപ്പി സർജൻ, ഫെലോഷിപ്പ് പ്രോഗ്രാം ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ആ ജേർണി ഈസ് വെരി പെയിൻഫുൾ ആൻഡ് വെരി ഡിഫിക്കൽട്ട്. ആ സമയത്ത് യു കാൻ ചൂസ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താണോ വരുന്നത് അത് നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കുറേ വർഷങ്ങൾ. ഇനിഷ്യലി വെൻ ഐ ലാൻഡഡ് അപ്പ് ഇൻ കൊച്ചിൻ. മനസ്സിലായില്ല? അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ അതാ ഞാൻ പറയാം, അപ്പോഴും ഒറ്റയ്ക്ക് ട്രെയിനിങ് ഒക്കെ ഈസ് എ ഡിഫറെൻറ്റ് ഡീൽ. നിങ്ങൾ സർജറി നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്തിട്ട് തന്നെ പഠിക്കണം. ദാറ്റ് മേക്സ് യു ആസ് എ ഗുഡ് സർജൻ. All that hard work has paid off. I can say that very confidently, being your patient as well. Doctor, I would like you to also tell me about ഈ റോബോട്ടിക് സർജറിയെ കുറിച്ച് ഇപ്പോൾ കുറേ കോൺവെർസേഷൻസ് നടക്കുന്നുണ്ട്. ശരിക്കും ഓർത്തോപെഡിക്സിൽ ഒരു റോബോട്ടിക് സർജറി, റോബോട്ടിക്സ് ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമോ ഇൻ ദ ഫ്യൂച്ചർ? See, what is a robo അല്ലെങ്കിൽ AI, artificial intelligence, what is it? It is technology. Right. ടെക്നോളജി ഈസ് ഇന്നവിറ്റബിൾ ആസ് ഫാർ ആസ് എ മെഡിക്കൽ സയൻസ് ഇസ് കൺസേൺ. ടെക്നോളജി ഇല്ലാണ്ട് മെഡിക്കൽ സയൻസിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഓർത്തോപെഡിക്സ് പെർസ്പെക്റ്റീവ് ഓഫ് വ്യൂവിൽ ഞാൻ പറയാം. അപ്പോൾ ഈ ഓർത്തോയിൽ നമ്മൾ റോബോട്ടിക് നീ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഓർത്തോട്ടിക് ജോയിൻറ്റ് റീപ്ലേസ്മെൻ്റ് ആണ് റോബോ യൂസ് ചെയ്യുന്നത്, AI യൂസ് ചെയ്യുന്നത്. ഈ നമ്മളിപ്പോൾ എവിഡൻസ് ബേസ്ഡ് മെഡിസിനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റോബോൻ്റെ ഒരു കാര്യത്തിൽ എന്താ വെച്ചാൽ ഇതുവരെ ഒരു ലോങ് ടേം ഫങ്ഷണൽ റിസൾട്ട് ഇതുവരെ ആയിട്ടില്ല. ടു സേ റോബോട്ടിക് നീ റീപ്ലേസ്മെൻറ്റ് ഈസ് ബെറ്റർ ദാൻ കൺവെൻഷണൽ എന്ന് പറയാൻ ഇതുവരെ ഒരു ഫങ്ഷണൽ റിസൾട്ട് പറയാൻ ലോങ് ടേം സ്റ്റഡീസ് ഇതുവരെ ആയിട്ടില്ല. ഒരു കാര്യം, റോബോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ റീപ്ലേസ്മെന്റ് ഫോർ സർജൻ. ഇറ്റ് ഇസ് ജസ്റ്റ് ഓഗ്മെന്റ്. ഇറ്റ് വിൽ ഓഗ്മെന്റ് ടെക്നോളജി. നിങ്ങൾ എന്താ പറയുക, ഓഗ്മെന്റ് ചെയ്യും, അതായത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അല്ലാണ്ട് എസ്പെഷ്യലി ഓർത്തോയുടെ കാര്യത്തിലൊന്നും ഇത് ടേക്ക് ഓവറിൻ്റെ കാര്യം ഇല്ല. അതായത് ഇതൊരു ടെക്നോളജി. നമുക്കിപ്പം ഫോണുണ്ട്, ഒരാളെ ഫോൺ വിളിച്ച് പറയാൻ ഫോണുണ്ട്. ഇപ്പോൾ ഇരുന്ന് നമ്മൾ കത്തെഴുതില്ലല്ലോ. ഇപ്പം നമ്മൾ കത്തെഴുതാതിരിക്കില്ലല്ലോ, എന്തായാലും കത്തെഴുതി പോസ്റ്റ് ചെയ്തിട്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ടെക്നോളജി യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി ഈസിയാക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈസിയാക്കാൻ ടെക്നോളജി ഹെൽപ്പ് ചെയ്യും. ഈ ടെക്നോളജിയുടെ ഒരു ഭാഗം മാത്രമാണ് റോബോ. ദാറ്റ് ഈസ് നെവർ എ റീപ്ലേസ്മെൻറ്റ് ഫോർ എ സർജൻ. ഇറ്റ് വിൽ ജസ്റ്റ് ഓഗ്മെൻറ്റ് യു. ആൻഡ് ആസ് ഫാർ ആസ് ദ ഓർത്തോപെഡിക് സർജറി ഈസ് കൺസേൺ, റോബോട്ടിക് നീ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ റോബോട്ടിക് ഹിപ്പ് റീപ്ലേസ്മെൻറ്റിന് ഒരു ലോങ് ടേം ഫങ്ഷണൽ സ്റ്റഡി റിസൾട്ട് ഇതുവരെ ഇല്ല ടു സേ ദിസ് ഇസ് ബെറ്റർ ദാൻ കൺവെൻഷണൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മാർക്കറ്റിംഗ് ടൂൾ നൗ. അതായത് ബിക്കോസ് പബ്ലിക് ഈസ് ഓൾസോ, ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ വന്നിട്ട് എത്ര ആളാണ് ചോദിക്കുന്നത് നിങ്ങൾ റോബോട്ടിക് ചെയ്യുമെന്ന്. റീസെൻ്റ്ലി ദർ ഇസ് എ ആർട്ടിക്കിൾ ഫ്രം ജേണൽ ഓഫ് ആർത്രോപ്ലാസ്റ്റി US. അതായത് അത് നാഷണൽ രജിസ്ട്രി സ്റ്റഡിയാണ്. US എൻ്റെ രാജ്യത്തിൻ്റെ നാഷണൽ രജിസ്ട്രി സ്റ്റഡിയാണ്. അതായത് എല്ലാ രാജ്യത്തിനും ജോയിൻറ്റ് രജിസ്ട്രീസ് ഉണ്ടാവും. അതായത് ഞാനിപ്പോൾ ഒരു ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെന്നാൽ ആ രജിസ്ട്രിയിൽ എൻട്രി ചെയ്യണം. അപ്പോൾ എല്ലാവരും ആ രാജ്യത്ത് ചെയ്തിരിക്കുന്ന മൊത്തം ജോയിൻസിൻ്റെ രജിസ്ട്രി, ഈ രജിസ്ട്രി അനാലിസിസ് വെച്ചിട്ടൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് US. ആ സ്റ്റഡിയിൽ ജേണൽ ഓഫ് ആർത്രോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മോസ്റ്റ് ഹൈ ഇൻഡെക്സ്ഡ് ഒരു ജേണലാണ്, പബ്മെഡ് ഇൻഡെക്സ്ഡ് ജേണലാണ് ജേണൽ ഓഫ് ആർത്രോപ്ലാസ്റ്റി. മേ ബി വി ക്യാൻ സേ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ജേണൽ ഇൻ ദ ഏരിയ ഓഫ് ആർത്രോപ്ലാസ്റ്റി. അപ്പോൾ ആ ജേണലിൽ റീസെൻ്റ്ലി ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതായത് റോബോട്ടിക് ഓർ നാവിഗേഷൻ. റോബോട്ടിക്കിൻ്റെ ഒരു വേറൊരു ടെക്നോളജിയാണ് നാവിഗേഷൻ എന്ന് പറയുന്നത്. റോബോട്ടിന് മുമ്പ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ റോബോട്ടിക്കിനോ നാവിഗേഷനോ കൺവെൻഷണൽ സർജറിനെക്കാട്ടും ഒരു ബെറ്റർ റിസൾട്ട് ഇതുവരെ തരാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു നാഷണൽ രജിസ്ട്രി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സോ ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റി അല്ല, ഇപ്പോഴും ഒരു ഫങ്ഷണൽ റിസൾട്ട് ഇതാണ് ബെറ്റർ എന്ന് പറയാനായിട്ടില്ല. മനസ്സിലായില്ലേ? പിന്നെ അത് കൂടാണ്ട് ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പം ഐ ഡിഡ് മൈ ഫെലോഷിപ്പ് ഇൻ ഫിൻലാൻഡ്. അപ്പോൾ അവിടെയാണെങ്കിലും ഇപ്പോൾ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ സ്കാൻഡിനേവിയൻ ജോയിൻറ്റ് രജിസ്ട്രി ആർ വെരി, ഐ മീൻ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഭയങ്കര പ്രസ്റ്റീജിയസ് ആണ്. അതാണ് പലരും ഫോളോ ചെയ്യുന്നത്. ബിക്കോസ് എലൈറ്റ് കൺട്രീസ് അല്ലേ സ്കാൻഡിനേവിയൻ കൺട്രീസ്. സോ ഫിൻലാൻഡിലൊക്കെ അവർ റോബോ യൂസ് ചെയ്ത് ഇപ്പോൾ അത് വിഡ്രോ ചെയ്തു.
ഓക്കെ. മനസ്സിലായില്ല? അപ്പോൾ നമുക്ക് റോബോനെ മോശമായിട്ട് വരുന്ന കുറ്റം പറയാം, അല്ലെങ്കിൽ റോബോ കാര്യമില്ല എന്ന് പറയുന്നതല്ല. ടെക്നോളജി ഈസ് ഇന്നവിറ്റബിൾ. ഏതെങ്കിലും ഒരു ഇതിൽ ടെക്നോളജി ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇപ്പോൾ റോബോ ആണെങ്കിൽ റോബോ അവിടെ തന്നെ ഉണ്ടാവും. റോബോ ഇസ് നോട്ട് ഗോയിങ് ടു എലിമിനേറ്റ്. But only thing is, it will never replace a surgeon. It is just a augment, or it is an assist for a surgical work. You are a role model to many. Yeah. ഡോക്ടറിന്റെ റോൾ മോഡൽ ആരാണ്? Maybe my dad. ആ He's a very hard working fellow. ആ അച്ഛനാണ്. മൂപ്പര് ഒരു രക്ഷയില്ല. മൂപ്പര് എന്താ വെച്ചാൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ആ ആ ഒരു ഹാർഡ് വർക്കിംഗ് ലെവലിൽ അത്ര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഇപ്പം ഞാനിപ്പോൾ PG ചെയ്യുന്ന സമയത്താണെങ്കിലും റൗണ്ട് ദ ക്ലോക്ക് വർക്ക് ചെയ്യും. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു 360 ഡേയ്സിൽ ഞാൻ ഇപ്പോൾ 3 years PGയിലൊക്കെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 23 ലീവൊക്കെ ആയിരിക്കും, ഇൻക്ലൂഡിങ് സൺഡേ ഐ എം ടോക്കിംഗ് അബൌട്ട്. പിന്നെ അത് കഴിഞ്ഞ് സീനിയർ റെസിഡൻസിക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലൊക്കെ വന്നപ്പം 2-3 ദിവസമൊക്കെ MO ഡ്യൂട്ടി എടുക്കും. അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല അവിടെ. അച്ഛൻ എന്താണ് ചെയ്തത്? അച്ഛൻ ഒരു ബിസിനസ്സൊക്കെയാണ്. മൂപ്പര് പണ്ട് റേഷൻ പീടിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫാർമ ബിസിനസ്സിലേക്കൊക്കെ വന്നു. അപ്പം പക്ഷേ അച്ഛൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എന്നെ പോലെ കുറച്ചൊരു വിഷൻ ഉണ്ട് മൂപ്പര്. ഒരു പോസിറ്റീവ് സംഗതി, നല്ല സംഗതിനോട് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അച്ഛൻ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ. അച്ഛൻ ആ ഒരു സിൻസിയറിറ്റിയും ആ ജെനുവിനും ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഓവർ സിൻസിയറിറ്റിയാണ്. അത് ഭയങ്കര പ്രശ്നമാണ്. ഇറ്റ്സ് ലൈക്ക് എ ഡബിൾ എഡ്ജ് സ്വോർഡ്. How does he feel about your growth and success? പുള്ളി ഈസ് ഹാപ്പി ബട്ട് സ്റ്റിൽ പുള്ളിക്ക് ഒരു വലിയൊരു ഭയങ്കര ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മകൻ ഇപ്പം നേരത്തെ നമ്മൾ കാഷ്വൽ ടോക്കിൽ പറഞ്ഞില്ലേ മകൻ്റെ കാര്യങ്ങൾ. മകൻ അത് ഞാൻ പറഞ്ഞില്ല, മകനിപ്പം ബിസിനസ്സൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അച്ഛനാണ് അതിൻ്റെ റീസൺ. അച്ഛനും മകനും ഇവനും തമ്മിൽ ഭയങ്കര അറ്റാച്ച്ഡാണ്. അപ്പോൾ അച്ഛൻ പറയണതാണ് ഇവൻ കൂടുതൽ കേൾക്കും. ഞാൻ പറയുന്നതിനെക്കാട്ടും കൂടുതൽ അച്ഛൻ പറയണതൊക്കെ. അപ്പോൾ ഡെഫിനറ്റ്ലി എൻ്റെ റോൾ മോഡൽ എന്ന് പറയുമ്പോൾ അച്ഛൻ തന്നെ, അതിൽ സംശയമൊന്നുമില്ല. ഇപ്പൊ ഡോക്ടറുടെ മകൻ നമ്മുടെ സ്റ്റുഡിയോയിൽ ഇരിപ്പുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ. വാസ് ലവ്ലി ടോക്കിംഗ് ടു യു. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഞാൻ അടുത്ത തവണ ഡോക്ടറിനെ അവിടെ വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ വന്ന് ബ്ലണ്ടർ അടിക്കില്ല. അത്രയും ബേസിക് ലെവൽ എനിക്കറിയാം. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു. വാസ് ലവ്ലി ടോക്കിംഗ് ടു യു. താങ്ക് യു.